പാചകവാതക സിലിണ്ടർ ക്ഷാമത്തിനിടെ ബംഗളൂരുവിൽ സിലിണ്ടർ മോഷണമെന്ന് പരാതി. നഗരത്തിലെ നാഗർഭാവി, ചന്നപ്പട്ടണ എന്നിവിടങ്ങളിലെ വീടുകളിൽ നിന്നാണ്, ശ്രദ്ധിക്കേണ്ടത്, വീടുകളിൽ നിന്നാണ് സിലിണ്ടർ മോഷണം പോയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. സജു ചാമക്കാലയിൽ ബംഗളൂരു ചെയ്യുന്നു. സജു, ഇത്തരത്തിൽ വാണിജ്യ ഗ്യാസ് പ്രതിസന്ധി കൊണ്ട് ഏറ്റവും ആദ്യം ഹോട്ടൽ അടച്ചുപൂട്ടിയത് ബംഗളൂരിൽ നിന്നാണ്. അങ്ങനെ വലിയ പ്രതിസന്ധി നഗരം നേരിടുന്നതിനിടെയാണ് വീട്ടിലെ കുറ്റി പോലും സേഫ് അല്ല എന്ന വാർത്ത വരുന്നത്. എന്താണ് ഈ മോഷണത്തിന്റെ കഥ? സുഹൈല, തീർച്ചയായിട്ടും ഇന്നലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് ആകമാനമായി ഈ സിലിണ്ടർ പ്രതിസന്ധി ആദ്യം ഉണ്ടായത്, അല്ലെങ്കിൽ ആദ്യം വലിയ തോതിൽ നേരിട്ടത് ബംഗളൂരു നഗരത്തിലാണ്. ബംഗളൂരു നഗരത്തിലെ അല്ലെങ്കിൽ ബംഗളൂരു നഗരത്തിനടുത്തുള്ള ചില സ്ഥലങ്ങളിലെ വീടുകളിൽ നിന്നാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായിട്ട് ഈ സിലിണ്ടറുകൾ, ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നു. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന് പ്രധാനപ്പെട്ട ഈ അതായത് ബാംഗ്ലൂരു നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന നാഗർഭാവി, ചന്നപ്പട്ടണ എന്നീ 2 ജില്ലകളിൽ നിന്നുള്ള വിവിധ വീടുകളിലെ സിലിണ്ടറുകളാണ് മോഷണം പോയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരു നഗരത്തിൽ മാത്രമായി ഇപ്പോൾ വീടുകളിലെ, അതായത് ഗാർഹിക ആവശ്യത്തിന് വാങ്ങുന്ന സിലിണ്ടറുകളുടെ വില ഇപ്പോൾ 4000-ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില 7000-ന് മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ബംഗളൂരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി വലിയ തോതിലുള്ള അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടപടികൾ ആരംഭിക്കണമെന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഈ സാഹചര്യത്തിലാണ് ബംഗളൂരു നഗരത്തിലെ വീടുകളിൽ നിന്ന് പോലും ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.